ഇന്നൊരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചിറകെല്ലാം ഒരു ഫിഷ് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ചെതുമ്പലെല്ലാം കുത്തിക്കളഞ്ഞതിന് ശേഷം തലയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല പോലെ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വരയിട്ട് എടുക്കണം. അങ്ങനെ നമുക്ക് മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, അല്പം മല്ലിപ്പൊടി, കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. രണ്ട് വശവും തേച്ച് അകത്തുമെല്ലാം തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പ്, കുറച്ച് മസാല അങ്ങനെ ബാക്കി ഉണ്ടാവും, അത് നമുക്ക് വേറെ ആവശ്യമുണ്ട്. പിന്നെ ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ ചേർത്ത് കൊടുക്കണം. അത് പൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് ഈ ബാക്കി വന്നിട്ടുള്ള മസാലയിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം മീൻ തിരിച്ചിട്ട് മറുവശം കൂടി പൊരിഞ്ഞ് കഴിയുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മീനിലേക്ക് അതെല്ലാം ഒന്ന് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. മസാല കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നും നമ്മൾ ഒരേപോലെ തന്നെ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ.